ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്കിനി പോകാം. ഗവർണറുമായി അനുനയ നീക്കം തുടരാൻ സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും ഉടൻ രാജ്ഭവനിലെത്തി ഗവർണറെ കാണും. മുഖ്യമന്ത്രി രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് മന്ത്രിമാർ എത്തുന്നത്. ഗോപാൽ ഷീല സനൽ ചേരുന്നു. ഗോപാൽ, എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ 2 മന്ത്രിമാർ കൂടി എത്തുകയാണല്ലേ. സമവായം അതുണ്ടായേ തീരൂ എന്നുള്ള നിലപാടിൽ അനുനയ നീക്കം തുടരുകയാണ് സർക്കാർ. അതെ റോഷ്നി, സമവായത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ മുഖ്യമന്ത്രി ഗവർണറുമായി രാജ്ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 3:30-ക്കായിരുന്നു കൂടിക്കാഴ്ച. അതിന് തൊട്ട് പിന്നാലെ തന്നെ സർവകലാശാല വിഷയങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കുക, ഒരു തീരുമാനമുണ്ടാക്കുക, അനിശ്ചിതാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാവണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതിനോടൊപ്പം തന്നെ നിയമമന്ത്രിയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഈ കൂടിക്കാഴ്ച നടക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാജ്ഭവനിലെത്തി തന്നെയാകും കൂടിക്കാഴ്ച. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം, പ്രത്യേകിച്ച് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ ഇപ്പോൾ VC ഇല്ല. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ 2 വൈസ് ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ വിഷയത്തിൽ താൽക്കാലിക VCമാരെ ചുമതലപ്പെടുത്തുക. കൂടാതെ തന്നെ ഹൈക്കോടതി ഉത്തരവിൽ ഈ 2 സർവകലാശാലയിലും 6 മാസത്തിനകം സ്ഥിരം VC നിയമനം നടത്തണം എന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ സ്ഥിരം VC നിയമനം സംബന്ധിച്ച കാര്യത്തിലും ഒരു ആശയവിനിമയം നടത്തും. കൂടാതെ തന്നെ പ്രധാനമായും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ദീർഘനാളുകളായി നിലനിൽക്കുന്നതാണ്. ആ പ്രതിസന്ധി ഇപ്പോഴും അയവില്ലാതെ തുടർന്നു. സിൻഡിക്കേറ്റ് യോഗമടക്കം വിളിക്കാമെന്ന ഉറപ്പ് മന്ത്രിക്ക് നൽകിയിട്ടും VC ഇതിനോടകം തന്നെ ഇപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. ആ ഘട്ടത്തിൽ കേരള സർവകലാശാല പ്രതിസന്ധി പരിഹരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇന്നത്തെ കൂടിക്കാഴ്ചയിലുണ്ട്. ഈ വൈസ് ചാൻസലറോട് കൃത്യമായി തന്നെ നിർദ്ദേശങ്ങൾ നൽകി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സിൻഡിക്കേറ്റും VCയും രമ്യതയിൽ പോവുക, അതിനോടൊപ്പം തന്നെ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സംബന്ധിച്ച കാര്യത്തിലൊക്കെ നിലപാടറിയിക്കുക എന്നതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു അജണ്ടയാകും, കൂടിക്കാഴ്ചയുടെ അജണ്ടയാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിയമമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണർക്ക് ചില വ്യക്തത കുറവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഗവർണർ ആലോചിക്കുന്നുണ്ട്. അത് സർക്കാരിനെതിരെയല്ല. ഈ വിഷയങ്ങൾ ഹൈക്കോടതി വിധിയിൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലേക്ക് ഒരു ഇടപെടൽ. അപ്പോൾ ആ കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിയമമന്ത്രി P. രാജീവ് കൂടി എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഏതാനും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച എന്ന നിലയ്ക്ക് ഇതിനുശേഷം ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടി വരേണ്ടതായിരിക്കും. ആദ്യത്തെ തീരുമാനം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക ചുമതല ആർക്ക് നൽകും എന്നതാണ്. ഈ സർക്കാർ നൽകിയ പാനൽ പ്രകാരം 2 പേർക്ക് ഈ പാനൽ കൊടുക്കുമ്പോൾ, ഏതെങ്കിലും ഈ പാനലിൽ നിന്നുള്ള 2 പേർക്ക് ചുമതല കൊടുക്കുമോ, അതോ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതുപോലെ തന്നെ സർക്കാരിൻ്റെ വിരുദ്ധമായി സർക്കാർ നൽകിയ പാനലിൽ നിന്നല്ലാതെ സ്വന്തം നിലയ്ക്ക് ആർക്കെങ്കിലും ചുമതല നൽകുമോ എന്നതാണ്. നേരത്തെ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഏറെക്കുറെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗവർണർ തൃപ്തനാണ് എന്നതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെ ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇപ്പോൾ 2 മന്ത്രിമാർ കൂടി ഇന്നത് കൂടിക്കാഴ്ച നടത്തുന്നത്. ഓക്കെ, എന്തായാലും P. രാജീവും R. ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കുന്ന വലിയ തലവേദന, അതിനൊക്കെ ഒരു അനുനയ നീക്കം വേഗത്തിൽ തന്നെ നടത്താനുള്ള ഒരുക്കം സർക്കാർ നടത്തുകയാണ്. 2 മന്ത്രിമാർ ഉടനെ തന്നെ രാജ്ഭവനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഗോപാൽ ഷീല സനലാണ് വിശദാംശങ്ങൾ നൽകിയത്.